ആ സമയത്താണ് അതിന്റെ പ്രാധാന്യവും അത് പഠിച്ചാൽ കിട്ടുന്ന പ്രതിഫലം എന്താണെന്നും ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളാകണമെന്നും അതുപോലെ തന്നെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതുകൊണ്ട് സമൂഹത്തിനും സമുദായത്തിനും രാജ്യത്തിനും ഉപകാരമുണ്ടെന്നും ഉപകാരപ്പെടുന്ന മക്കളായി നമ്മുടെ മക്കൾ മാറണമെന്നും മരണത്തിന് ശേഷമുള്ള ആ യഥാർത്ഥമായ ജീവിതത്തിലേക്ക് ഉപകാരപ്പെടുന്നവരാകണം നമ്മുടെ മക്കൾ. അതുകൊണ്ട് നമ്മുടെ മക്കളെ നല്ലതുപോലെ പഠിപ്പിക്കണം. അവർക്ക് പടച്ചവനെ ഭൗതികമാകട്ടെ ആത്മീയമാകട്ടെ എല്ലാ വഴിയിലൂടെയുള്ള അറിവുകളും പറഞ്ഞു കൊടുക്കണം, പഠിപ്പിച്ചു കൊടുക്കണമെന്ന് ഉസ്താദന്മാര് പറയുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ തലമുറ മറന്നു പോകുന്ന ഒരു ചില കാര്യമുണ്ട്. ഒരു വാപ്പയ്ക്കും ഒരു ഉമ്മയ്ക്കും തന്റെ മക്കളോട് വല്ലാത്ത കടമകളാണ്. ഒരു പിതാവിന് തന്റെ മക്കളോടുള്ള ഒന്നാമത്തെ കടമ എന്തെന്നറിയുമോ? ആ മക്കൾക്ക് അള്ളയാരാണെന്ന് പഠിപ്പിച്ചു കൊടുക്കൽ വാപ്പയുടെ കടമയാണ്. അള്ളയാരാണെന്ന് മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണമല്ലോ. അള്ളയാരാണെന്ന് പഠിപ്പിച്ചു കൊടുക്കേണ്ട ബാധ്യത പിതാവിനുള്ളതാണ്. അത് പിതാവിന്റെ ഉത്തരവാദിത്തമാണ്, ഉമ്മയുടെ ഉത്തരവാദിത്തമാണ്. അള്ളയാരാണെന്ന് പറഞ്ഞു കൊടുക്കൽ. പിന്നെ നബിതങ്ങൾ ആരാണെന്ന് പറഞ്ഞു കൊടുക്കണം. ഇത് മാതാപിതാക്കളുടെ കടമയാണെന്ന് ചരിത്രങ്ങൾ പറഞ്ഞു തരുമ്പോ പഠിച്ചവനെ വാപ്പയ്ക്കും അറിയില്ല, ഉമ്മയ്ക്കും അറിയില്ല, മക്കൾക്കും അറിയില്ല. അള്ളയാരാണെന്ന് നമ്മളിൽ പലർക്കും ഇതുവരെ തിരിഞ്ഞിട്ടില്ല. അള്ളയാരാണെന്ന് നമുക്കറിയില്ല. അള്ളാഹുവിനെ വിശ്വാസമുണ്ടെന്ന് പറയുന്നവരാണ് എങ്കിൽ അള്ളാഹു ആരാണെന്ന് നമുക്ക് ഇതുവരെ തിരിഞ്ഞിട്ടില്ല. അള്ളാഹുവിനെ കുറിച്ച് പഠിക്കണം സഹോദരാ. അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കണം. അള്ളാഹുവിനെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ അള്ളയാരാണെന്ന് മനസ്സിലായാൽ ഒരു മനുഷ്യന്റെ ഹൃദയത്തിനകത്തേക്ക് അള്ള കയറി കഴിഞ്ഞാൽ, ഒരാളുടെ ഹൃദയത്തിനകത്തേക്ക് പടച്ചറബ് കയറി കഴിഞ്ഞാൽ പടച്ചവനെ പിന്നെ അവൻ രക്ഷപ്പെട്ടടോ സഹോദരാ. പക്ഷേ അള്ള കയറുന്നില്ല. അങ്ങനെ ഒരു മനുഷ്യന്റെ ഹൃദയത്തിനകത്ത് അള്ള കയറി കഴിഞ്ഞാൽ അള്ളയാരാണെന്ന് ഏതെങ്കിലും ഒരു മനുഷ്യൻ അറിഞ്ഞിരുന്നെങ്കിലോ പടച്ചവനെ പണ്ട് ഈ സമുദായത്തിൽ ആത്മഹത്യ വളരെ കുറവായിരുന്നു. കാരണം അത് വലിയ പാപമായിട്ട് കാണുമായിരുന്നു. പടച്ചവനെ ആത്മഹത്യ ചെയ്താൽ ആഖിറം നഷ്ടപ്പെട്ടു പോകുമെന്നുള്ള ഒരു ബോധമുണ്ടായിരുന്നു. ഈ സമുദായത്തിൽ ആത്മഹത്യ വല്ലാതെ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. പടച്ചവനെ ആത്മഹത്യ വല്ലാതെ വർദ്ധിക്കുകയാണ്. അതിന്റെ പ്രാധാന്യം, അതിന്റെ ശിക്ഷ എന്താണെന്നോ അതിലൂടെ ഉണ്ടാകുന്ന നഷ്ടം എന്താണെന്നോ ഒരാൾക്കും മനസ്സിലാകുന്നില്ല. എടോ നിസാര കാരണം മതി. SLC പരീക്ഷ എഴുതിയിട്ട് റിസൾട്ട് പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അതാ A+ കിട്ടിയില്ലെങ്കിൽ പരാജയപ്പെട്ടു പോയ ആത്മഹത്യ ചെയ്യുന്നവരുണ്ടല്ലോ. ജീവിതത്തിന് സാമ്പത്തികമായി എന്തെങ്കിലും ഒരു പ്രയാസം വന്നാൽ, മാനസികമായി തകർന്നു പോയാൽ, എന്തെങ്കിലും രോഗങ്ങൾ ജീവിതത്തിൽ കടന്നു വന്നാൽ, പ്രതിസന്ധികൾ ജീവിതത്തിൽ കടന്നു വരുമ്പോ പിടിച്ചു നിൽക്കാൻ കഴിയാതെ ആയുസ് അവസാനിപ്പിക്കുന്നവരുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, അത് ചെറിയ പാപമല്ല. ആത്മഹത്യ ചെയ്യുക എന്ന് പറയുന്നത് സാധാരണ ഒരു പാപമല്ല. എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളോട് പറയുന്ന മക്കൾക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കണേ. എന്തിനാണിത് പറയുന്നതെന്നറിയുമോ? ഇന്നലെയാണ് ഒരു പിതാവ് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഉസ്താദ് എന്റെ കുടുംബത്തിലാണ് 13 വയസ്സുള്ള പൊന്നുമകൻ അവിടുന്ന് ആത്മഹത്യ ചെയ്തത്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് കുട്ടികൾ ആത്മഹത്യ വല്ലാതെ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. മൊബൈൽ കൊടുത്തില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുകയാണ്. ടൂർ വിട്ടില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുകയാണ്. ബൈക്ക് വാങ്ങിക്കൊടുത്തില്ലെങ്കിൽ മരിക്കുകയാണ്. അവര് ചോദിക്കുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുത്തില്ലെങ്കിൽ ഭീഷണിപ്പെടുത്തിയിട്ട് മക്കൾ ആത്മഹത്യ ഭീഷണി മുടക്കുന്നു. അവിടുന്ന് അള്ളാഹു കൊടുത്ത ആയുസ് അവസാനിപ്പിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളോട് പറയുകയാ, മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറഞ്ഞു, സഹാബാ, 3 വിഭാഗം ആൾക്കാർക്ക് സ്വർഗ്ഗം ഹറാമാ. ഒരിക്കലും സ്വർഗത്തിൽ കടക്കാത്ത വിഭാഗം, ഒരിക്കലും അല്ലാഹുവിന്റെ സ്വർഗത്തിൽ കടക്കാത്ത വിഭാഗം. നിബിധങ്ങൾ അവിടെ നിന്ന് എണ്ണി പറയുകയാണ്. ഒരിക്കലും സ്വർഗത്തിൽ കടക്കാത്ത വിഭാഗം, സ്വർഗം ഹറാമായ വിഭാഗം, സ്വർഗം ഹറാമായ വിഭാഗം. അവരാരെന്നറിയുമോ?
ചെയ്യുന്നവര് ഒരിക്കലും സ്വർഗത്തിൽ കടക്കില്ല. അവർക്ക് സ്വർഗം ഹറാമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, കണ്ടുകുടിച്ചവൻ തൗബ ചെയ്താൽ അല്ലാഹു പുറത്തു കൊടുക്കുമല്ലോ. വ്യഭിചരിച്ചവന് തൗബ ചെയ്താൽ അല്ലാഹു പുറത്തു കൊടുക്കുമല്ലോ. പലിശ തിന്നവന് തൗബ ചെയ്താൽ അല്ലാഹു പുറത്തു കൊടുക്കുമല്ലോ. എത്ര വലിയ പാപം ചെയ്താലും അല്ലാഹുവിന്റെ മുമ്പിൽ പശ്ചാത്തപിച്ച് മടങ്ങിയാൽ അല്ലാഹുവിന് പുറത്തു കൊടുക്കുമല്ലോ. എങ്കിലും പെങ്ങള്, ചെറുപ്പക്കാരാ, ഇതിനെന്ത് തൗബയാടാ മോനെ, ഇതിനെന്ത് തൗബയാ ചെറുപ്പക്കാരാ. മരിച്ചാ കഴിഞ്ഞില്ലേ പൊന്നുമോനെ. അതിന്റെ ഗൗരവം എന്താണെന്നറിയുമോ? അതിന്റെ ഗൗരവം എന്താണെന്നറിയുമോ? മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ ഒരു ചെറുപ്പക്കാരൻ അവിടെ നിന്ന് വാളുപോലെയുള്ള ഒരായുധം കൊണ്ട് സ്വന്തമായിട്ട് ആത്മഹത്യ ചെയ്യുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, ആത്മഹത്യ ഈ സമുദായത്തിൽ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു. അല്ലാഹു നമ്മളെയും നമ്മുടെ മക്കളെയും അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ആമീൻ പറ. ഉസ്താദെ, ഞാൻ ചെയ്യത്തില്ല. അല്ലേ, ഞാൻ ചെയ്യത്തില്ല. എല്ലാരും ചെയ്യുമെന്ന് തീരുമാനിച്ചിട്ടാണോ? എടോ, ഹജ്ജ് ചെയ്തവൻ ചെയ്തില്ലേ? ഹജ്ജ് ചെയ്തവൻ ചെയ്തില്ലേ? ഇൽമു പഠിച്ചവൻ ചെയ്തില്ലേ? വലിയ വലിയ കൊലകൊമ്പന്മാര്. അതൊരു നിമിഷമാ, അതൊരു നിമിഷമാ. അതാണ് നമ്മള് ദാഹമൗത്തത് കൂട്ടിയിടും ഇബ്ലീസു കൂസിനെക്കാട്ട് നമ്മൾ പറയാറുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു നിമിഷമായി എപ്പോഴാ അത് മറിയണമെന്നറിയില്ല. എപ്പോഴാണ് മനുഷ്യന്റെ കാര്യം സാമ്പത്തികമായി എല്ലാം നഷ്ടപ്പെട്ടു വളരെ പ്രയാസകരമായ അവസ്ഥയിൽ ഇങ്ങനെ ഇരിക്കുമ്പോ തോന്നുന്നു ചത്തേക്കാന്ന്, തീർന്നു. അല്ലെങ്കിൽ എന്തെങ്കിലും മാരകമായ രോഗം വന്ന് പിടിച്ചിരിക്കാൻ വയ്യ, തീർന്നു. ഒരു നിമിഷം കൊണ്ട് അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. നബിതങ്ങൾ പറഞ്ഞത് അവർക്ക് സ്വർഗം ഹറാമാണെന്ന. സ്വർഗം ഹറാമ. കള്ളുകുടിച്ചവൻ തൗബ ചെയ്താ പൊറുക്കും, വ്യഭിചരിച്ചവൻ തൗബ ചെയ്താ പൊറുക്കും. ഈ ചത്തവൻ എന്ത് ചെയ്യാനാ? അതുകൊണ്ട് ആത്മഹത്യ ചെയ്യാൻ പാടില്ലെന്ന് പറയുന്നത്. നബിതങ്ങളുടെ കാലഘട്ടത്തിൽ ഒരു ആത്മഹത്യ ചെയ്ത ഒരു സഹാബി ഒരു മനുഷ്യന്റെ ജനാസ കൊണ്ടുവച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിനോട് പറഞ്ഞു, നിങ്ങൾ ആരെങ്കിലും നിസ്കരിക്കാൻ. നബിതങ്ങൾ പറഞ്ഞു, നിങ്ങൾ ആരെങ്കിലും നിസ്കരിക്കാൻ. എന്റെ പ്രിയപ്പെട്ടവരെ, അതിനകത്തുണ്ട് അതിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കണം. അത് ഇന്നത്തെ തലമുറയ്ക്ക് മനസ്സിലാകുന്നില്ല. ടൂറ് വിട്ടില്ലെങ്കിൽ, ബൈക്ക് എടുത്തു കൊടുത്തില്ലെങ്കിൽ, മൊബൈൽ എടുത്തു കൊടുത്തില്ലെങ്കിൽ ആത്മഹത്യയ്ക്കുന്ന വീടിനകത്ത് കയറി വാതിലിന് കുറ്റിയിട്ട ഉപ്പായ്ക്കും ഉമ്മായ്ക്കും പേടിയ. അള്ളാഹു നമ്മുടെ മക്കളെയും നമ്മളെയും അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹ് ആരാണെന്ന് പഠിക്കണം. ഇപ്പൊ SLC പരീക്ഷയുടെ റിസൾട്ട് വരുമ്പോ കാണാം പലതും ചാവാ റെഡിയായി നിൽക്കുക. എന്തെങ്കിലുമൊക്കെ നമുക്ക് പ്രയാസം വരുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വരുന്നത് അള്ളാഹു ആരാണെന്ന് മനസ്സിലാക്കൂ. അള്ളയെ കുറിച്ച് പഠിക്കണമല്ലോ, അള്ളാഹിനെ കുറിച്ച് അറിയണമല്ലോ. ഇനിയെങ്കിലും നമ്മൾ അള്ളാഹു പറയുന്നതനുസരിക്കാൻ തയ്യാറാകണമല്ലോ. എന്നിട്ട് നമ്മുടെ കാര്യങ്ങൾ മുഴുവനും പടച്ച റബ്ബിൽ പരമേൽപ്പിക്കുന്നവരാകൂ. നമ്മുടെ കാര്യങ്ങൾ മുഴുവനും അള്ളാഹുവിലേക്ക് ഏൽപ്പിക്കുന്നവരായി നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ കഴിഞ്ഞാൽ, എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ സഹായം നമുക്കുണ്ടാവുകയാ. എന്തിനാണ് ഞാനിത് പറഞ്ഞതെന്നറിയുമോ? അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞു തരുന്ന ഒരു കാര്യമുണ്ട്. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ, ആ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞു തരുന്ന ഒരു കാര്യമുണ്ട്. ഒരുപാട് കൽപ്പനകൾ ഖുർആനിൽ കാണാം, ഒരുപാട് കൽപ്പനകൾ ഖുർആനിൽ കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുകയാ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എടുത്തു നോക്കൂ. അതിനകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അതായത് യഥാർത്ഥ സത്യവിശ്വാസികളുടെ ഗുണങ്ങൾ പറയുമ്പോൾ, ഒരു സത്യവിശ്വാസിയായ മനുഷ്യന്റെ അടയാളങ്ങൾ പറയുമ്പോൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ നിന്ന് ഒരു സത്യവിശ്വാസികളുടെ അടയാളമായി പറഞ്ഞ ഒരു കാര്യമെന്താ? പടച്ചവനെ, ഒരു യഥാർത്ഥ മുഅ്മിനായ മനുഷ്യനെ കുറിച്ച്, ഒരു മുഅ്മിനായ മനുഷ്യന്റെ അടയാളം അല്ലാഹു പറയുകയാണ്. ആ അടയാളം പറയുമ്പോൾ അല്ലാഹു അതിനകത്ത് പറഞ്ഞ ഒരു അടയാളം എന്തെന്നറിയുമോ? ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ.
അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, ഒരു യഥാർത്ഥ സത്യവിശ്വാസികളുടെ അടയാളം പറയുമ്പോ അല്ലാഹു പറഞ്ഞ ഒരടയാളം എന്തെന്നറിയുമോ? അവന്റെ കാര്യങ്ങൾ മുഴുവനും അവൻ അല്ലാഹുവിലേക്ക് പരമേൽപ്പിക്കുന്നവനാ. അവന്റെ എല്ലാ കാര്യങ്ങളും, അവന്റെ ജീവിതത്തിൽ ദുഃഖമാകട്ടെ, സന്തോഷമാകട്ടെ, പ്രയാസമാകട്ടെ, രോഗമാകട്ടെ, സാമ്പത്തികമാകട്ടെ, മാനസികമാകട്ടെ, ശാരീരികമാകട്ടെ, അവന്റെ ജീവിതത്തിൽ എന്ത് പ്രയാസം വന്നാലും എന്ത് കാര്യം വന്നാലും അവന് പറയുന്ന തവക്കൽതു അലല്ലാഹ്. അവനവന്റെ കാര്യങ്ങൾ മുഴുവനും പടച്ച റബ്ബിലേക്ക് പരമേൽപ്പിക്കുകയാ. അത് തന്നെയാണ് ഖുർആൻ പറഞ്ഞത്, ഫതവക്കൽ അലൽ ഹയ്യില്ലദീ ലാ യമൂത് വസബ്ബിഹു ബിഹംദിഹി വകഫാ ബിഹി ബിദുനൂബി ഇബാദിഹി ഖബീറാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, അതാ സത്യവിശ്വാസിയായ മനുഷ്യനുണ്ടല്ലോ, അവന്റെ ജീവിതത്തിൽ എന്ത് വന്നാലും അവൻ പറയും അല്ലാഹുവിലേക്ക് അവന് പരമേൽപ്പിക്കുകയാണ്. എന്നെ പടച്ച റബ്ബുണ്ടല്ലോ, എന്നെ പടച്ച അല്ലാഹുണ്ടല്ലോ, തവക്കൽതു അലല്ലാഹ് എന്ന് അവനവന്റെ കാര്യങ്ങൾ മുഴുവനും പടച്ച റബ്ബിലേക്ക് പരമേൽപ്പിക്കുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുമ്പോ, ഈ പറയുന്ന ഒരു സ്വഭാവം നമ്മളിൽ ആർക്കാവുള്ളത്? നമ്മളിൽ ആർക്കാ അങ്ങനെ ഒരു സ്വഭാവമുള്ളത്? ജീവിതത്തിൽ നമ്മുടെ പ്രയാസമാകട്ടെ, എന്ത് കാര്യമാകട്ടെ, ജീവിതത്തിലേക്ക് അവന്റെ പല പല ഘട്ടങ്ങളിൽ പല പല കാര്യങ്ങളും കടന്നു വരുമല്ലോ. ആ സമയത്ത് എനിക്കൊരു റബ്ബുണ്ടല്ലോ, ഞാൻ അല്ലാഹുവിന്റെ അടിമയാണല്ലോ, എന്റെ യജമാനൻ അല്ലാഹയാണല്ലോ, അതുകൊണ്ട് പടച്ചവൻ എന്റെ കാര്യങ്ങൾ നോക്കുമെന്ന് തവക്കൽതു അലല്ലാഹ് എന്ന് പറയുന്ന ഒരു സ്വഭാവം നമ്മളിൽ ആർക്കാവുള്ളത്? നമ്മളിൽ ആരാപങ്ങള് തവക്കൽതു അലല്ലാഹ് എന്ന് പറയുന്നത്? ആ തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയുമോ? അതിന്റെ അർത്ഥം എന്തെന്നറിയുമോ? അല്ലാഹു പറഞ്ഞാ തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? പറയാതെ ഇരുന്നാലുള്ള നഷ്ടം എന്താണെന്നറിയുമോ? പഠിക്കണം സഹോദരാ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, നിങ്ങൾ പടച്ച റബ്ബിലേക്ക് നിങ്ങളുടെ കാര്യങ്ങൾ പരമേൽപ്പിക്കണേ. തവക്കൽതു അലല്ലാഹ്, തവക്കൽതു അലല്ലാഹ് നമ്മൾ എപ്പോഴും പറയുന്ന ഒരു വാചകമാണ്, പറയുന്നവന് പോലും അറിയില്ല അതിന്റെ അർത്ഥം എന്താണെന്ന്. നമ്മളെപ്പോഴും പറയുന്ന ഒരു പ്രയോഗമാ തവക്കൽതു അലല്ലാഹ്. ചില ഓട്ടോയുടെ പുറകിൽ എഴുതി വെച്ചിട്ടുണ്ട് തവക്കൽതു അലല്ലാഹ്, ചില വീടിന്റെ മുമ്പിൽ എഴുതി വെച്ചിട്ടുണ്ട് തവക്കൽതു അലല്ലാഹ്. സത്യത്തിൽ തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞാൽ എന്താ? അത് പറഞ്ഞ അല്ലാഹു തരുന്ന പ്രതിഫലം എന്താ? അല്ലാഹു നമുക്ക് പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഒന്ന് തവക്കൽതു അലല്ലാഹ് എന്ന് ഉറക്കെ പറഞ്ഞ് എന്റെ പൊന്നാര ചങ്ങാതി, അതിന്റെ പ്രതിഫലമാ പറയാൻ പോകുന്നത്. അത് ഞാൻ പറഞ്ഞല്ലോ, അത് എല്ലാവർക്കും പറയാൻ പറ്റുന്ന ഒരു വാചകമല്ല. ഇന്നത്തെ ദിവസം ഒരു വട്ടമെങ്കിലും ഈ പറഞ്ഞതല്ലാതെ തവക്കൽതു അലല്ലാഹ് എന്ന് ഒരു വട്ടമെങ്കിലും പറഞ്ഞവരൊന്ന് കൈവക്കിക്കേ. ഇന്നത്തെ ദിവസം ഇപ്പൊ പറഞ്ഞപ്പോഴല്ല, ഈ വയലിന് വരുന്നതിന് മുമ്പ് ഒരു വട്ടമെങ്കിലും നാവ് കൊണ്ട് തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞ ആരെങ്കിലും ഉണ്ടോ? ഒന്ന് കൈവക്കണോ? അതാ ഞാൻ പറഞ്ഞത്, അത് നിസ്സാര ഒരു കാര്യമല്ല. അത് പറയണം. അത് പറഞ്ഞാൽ കിട്ടുന്ന പ്രതിഫലം എന്താ? അല്ലാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹ് പറഞ്ഞിട്ടുണ്ട് ഖുർആനിൽ ചില കാര്യങ്ങൾ പറയാൻ, ഇൻഷാ അല്ലാഹ്. എന്താ അതിന്റെ അർത്ഥം? ഇത് അല്ലാഹ് പറഞ്ഞു, നീ പറയണോന്ന്. ഇൻഷാ അല്ലാഹ് എന്ന് പറയണോന്ന് അല്ലാഹ് പറഞ്ഞേ. നീ എന്തെങ്കിലും ഒരു കാര്യം നാളെ ചെയ്യാൻ ഉദ്ദേശിച്ചാൽ നീ എന്ത് പറയണം? ഇൻഷാ അല്ലാഹ് എന്ന് പറയണം. ഇൻഷാ അല്ലാഹ് പറയുന്നവന് 7 പ്രതിഫലം. എത്ര പ്രതിഫലം? എത്ര പ്രതിഫലം? 7 പ്രതിഫലം. പറയാതെ ഇരുന്നാൽ 7 നഷ്ടം. അല്ലാഹു നമ്മൾ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ ഖുർആനിൽ അല്ലാഹു ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ പറഞ്ഞ കാര്യങ്ങളിൽപ്പെട്ട ഒരു കാര്യം, ഒരു സത്യവിശ്വാസിയായ മനുഷ്യൻ അവൻ എന്തു പറയും? തവക്കൽതു അലല്ലാഹ് എന്ന് പറയും. അവന്റെ കാര്യങ്ങൾ അല്ലാഹുവിലേക്ക് പരമേൽപ്പിക്കും. അല്ലാഹു അക്കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. അല്ലാഹു അക്കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. അപ്പൊ അതിന്റെ പ്രതിഫലമാണ് ഞാൻ പറയുന്നത്. ഒരാള് തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞാൽ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എന്താണെന്ന് പഠിക്കുമെന്നത് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുകയാ. ആരോടാണ്? അല്ലാഹുവിലേക്കല്ലാതെ മറ്റൊരാളിലേക്ക് നമ്മൾ പരമേൽപ്പിക്കാൻ പാടില്ല.
അല്ലാഹുവിലേക്കാണ് നമ്മുടെ കാര്യങ്ങൾ, അല്ലാഹുവിലേക്കാണ് പരമേൽപ്പിക്കേണ്ടത്. ഞാനിത് പറഞ്ഞത് വേറെ ഒരു അർത്ഥത്തിൽ നിങ്ങൾ കാണരുത്. നമ്മളിൽ പലരും പറയുന്ന ഒരു വാചകമാണ്, നമ്മളിൽ പലരും പറയുന്ന ഒരു കാര്യമുണ്ട്. പടച്ചവനെ, എനിക്ക് കടയുണ്ടല്ലോ, എനിക്ക് ജോലിയുണ്ടല്ലോ, അതുകൊണ്ട് എനിക്ക് ആരുടെ മുമ്പിലും കൈനീട്ടേണ്ട അവസ്ഥ വരില്ല. എനിക്ക് അൽഹംദുലില്ലാഹ് കടയുണ്ട്, ഞാൻ ജീവിക്കും. നമ്മളിൽ പലരും പറയാറുണ്ട്, എനിക്ക് ഗവൺമെന്റ് ജോലിയുണ്ട്, അതുകൊണ്ട് ഇനി മരിക്കുന്ന കാലം വരെ പേടിക്കണ്ട. യഥാ ചിലര് മക്കളെ കാണിച്ചിട്ട് പറയാറുണ്ട്, എനിക്ക് 2 ആമക്കളാണല്ലോ, ഇവന്മാര് മരിക്കുന്ന കാലം വരെ എനിക്ക് തിന്നാൻ തരും എന്നെ നോക്കുമെന്ന്. ഇങ്ങനെ അല്ലാഹു വല്ലാത്തവരിലേക്ക് നമ്മൾ പരമേൽപ്പിക്കുന്നവരുണ്ടോ? എങ്കിൽ നിങ്ങൾക്ക് അതിന്റെ നഷ്ടം എന്താണെന്ന് അറിയാതെട്ടാ. പലരും പറയാറുണ്ട്, എനിക്കെന്താ അൽഹംദുലില്ലാഹ് ഒരു കടയുണ്ടല്ലോ, കച്ചവടം ഉണ്ടല്ലോ, മരിക്കണ കാലം വരെ റാഹത്തായിട്ട് ഞാൻ അതിലങ്ങ് പൊക്കോളാം. നീ തവക്കലേൽപ്പിച്ചത് ആ കടയില. നീ പറയുന്നത് എനിക്ക് മക്കളുണ്ടല്ലോ, ആ മക്കൾ എന്നെ നോക്കിക്കൊള്ളും, അല്ലെങ്കിൽ എനിക്ക് ഗവൺമെന്റ് ജോലി ഉണ്ടല്ലോ, ആ ജോലി കൊണ്ട് മരിക്കണ കാലം വരെ ഞാൻ കരിഞ്ഞു പോകും. അല്ലാഹുവിലല്ലാതെ മറ്റൊരാൾക്കിലേക്ക് തവക്കലേൽപ്പിക്കാൻ പാടില്ല. അങ്ങനെ തവക്കലേൽപ്പിച്ചാൽ നീ മക്കളിലാണ് തവക്കലേൽപ്പിക്കുന്നതെങ്കിൽ ആ മക്കളെ കൊണ്ട് അല്ലാഹു നിന്നെ പരീക്ഷിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, നിന്റെ മക്കളിലാണ് നീ തവക്കൽ ഏൽപ്പിക്കുന്നതെങ്കിൽ ആ മക്കളെ കൊണ്ട് തന്നെ അല്ലാഹു നിന്നെ പരീക്ഷിക്കും. നീ കടയിലാണ് തവക്കൽ ഏൽപ്പിക്കുന്നതെങ്കിൽ ആ കട കൊണ്ട് തന്നെ അല്ലാഹു നിന്നെ പരീക്ഷിക്കും. അല്ലാഹുവിലേക്കാണ് നമ്മൾ പരമേൽപ്പിക്കേണ്ടത്. ഖുർആൻ തന്നെ നമ്മളോട് അത് തന്നെയാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അത് നിസ്സാര ഒരു കാര്യമല്ല. അത് പറഞ്ഞാൽ കിട്ടുന്ന പ്രതിഫലം എന്താണ്? അത് പറയുന്നവർക്ക് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എന്താ? അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് ഖുർആനിലൂടെ നമ്മളോട് പറയുകയാണ്. അല്ലാഹു ഖുർആനിലൂടെ ഖിയാമത്ത് നാൾ വരെയുള്ളവരോട് പറയുകയാ. എന്നിട്ട് അല്ലാഹു പ്രവാചകന്മാരോട് പറയുകയാണ്. അതാ ഖുർആൻ പറയുന്നു, ഫതവക്കൽ അലല്ലാഹ് ഇന്നക അലൽ ഹഖിൽ മുബീൻ. അല്ലാഹുവിന്റെ പ്രവാചകന്മാരോട് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് പറഞ്ഞു കൊടുത്തു എന്ന് ഖുർആൻ പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, അത് പറഞ്ഞാൽ അല്ലാഹു തരുന്ന ഒന്നാമത്തെ പ്രതിഫലം എന്താ? തവക്കൽതു അലല്ലാഹ് എന്ന് പറയുന്ന ഒരു മനുഷ്യര് അല്ലാഹു കൊടുക്കുന്ന ഒന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, ഫൈദാ അസംത ഫതവക്കൽ അലല്ലാഹ് ഇന്നല്ലാഹ യുഹിബ്ബുൽ മുതവക്കിലീൻ. ഈ സദസ്സിൽ നിന്നവർ ഇന്നത്തെ ദിവസം ഒരു പ്രാവശ്യമെങ്കിലും പറഞ്ഞവരെ കൈവക്കാൻ പറയുമ്പോ നമ്മളിലെ പലരും കൈവക്കാൻ കഴിയുന്നില്ല. എന്തുകൊണ്ടാണെന്നറിയുമോ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, അല്ലാഹു ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രമേ അത് പറയാൻ കഴിയൂ. അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്ക് മാത്രമേ ഖുർആൻ പറയുകയാ, ഫൈദാ അസംതും ഫതവക്കൽ അലല്ലാഹ് ഇന്നല്ലാഹ യുഹിബ്ബുൽ മുതവക്കിലീൻ. പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്കേ അത് പറയാൻ കഴിയൂ. അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്കേ പറയാൻ കഴിയൂ. സഹോദരാ, ആരാ നിന്നെ ഇഷ്ടപ്പെടുന്നതെന്നറിയുമോ? ഈ ലോകം മുഴുവനും അടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ ലോകത്തിന്റെ അധിപനായ പടച്ച റബ്ബ് നിന്നെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, അല്ല നിന്നെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാ പിന്നെ എന്തിനാ സഹോദരാ നീ ഭയപ്പെടുന്നത്? അല്ലാഹുവിന്റെ സ്നേഹം കിട്ടിയാ പിന്നെ നിനക്ക് എന്തേ വേണ്ടത്? അല്ലാഹു ഒരു മനുഷ്യനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാ അല്ലാഹു തന്റെ മലക്കുകളെ വിളിച്ചു പറയുകയാ, മലക്കുകളെ, ഞാൻ ഒരാളെ ഇഷ്ടപ്പെടുന്നുണ്ട്, നിങ്ങളും ഇഷ്ടപ്പെടണേ. ജിബ്രീലിനോട് വിളിച്ചു പറഞ്ഞു, ജിബ്രീല് മറ്റുള്ള മലക്കുകളോട് പറഞ്ഞു, അവസാനം ലോകത്തുള്ളവരോട് മുഴുവനും വിളിച്ചു പറയുകയാണ്, അല്ലാഹു അവന്റെ മലക്കുകളും ഒരു മനുഷ്യനെ ഇഷ്ടപ്പെടുന്നു, നിങ്ങളും ഇഷ്ടപ്പെടണേ എന്ന് അവിടുന്ന് വിളിച്ചു പറയുമെന്ന് ചരിത്രങ്ങൾ പറയുമ്പോ തവക്കൽതു അലല്ലാഹ് എന്ന് എല്ലാവർക്കും പറയാൻ കഴിയില്ല. അത് എന്തുമാകട്ടെ, വണ്ടിയിൽ കയറുമ്പോഴാകട്ടെ, കച്ചവടത്തിന് പോകുമ്പോഴാകട്ടെ, വീട് വെക്കുമ്പോഴാകട്ടെ, മക്കളെ പറഞ്ഞു വിടുമ്പോഴാകട്ടെ, ഏത് കാര്യത്തിന് പോകുമ്പോഴും അത് നാവിന്റെ മുമ്പിൽ വരേണ്ട ഒരു ദിക്റാ, നാവിന്റെ തുമ്പിലേക്ക് കടന്നു വരേണ്ട ഒരു ദിക്റാണ്. അങ്ങനെ പറയുന്ന
ഒരു സ്വഭാവം നിങ്ങളിൽ ആർക്കെങ്കിലും ഉണ്ടോ? നിങ്ങള് ഈ ലോകത്തിന്റെ അധിപനായ പടച്ച റബ്ബിന് നിന്നെ വല്ലാത്ത ഇഷ്ടമാ. അങ്ങനെ പറയുന്നവരെ അല്ലാഹുവിന് വല്ലാത്ത ഇഷ്ടമാ. അല്ലാഹുവിനൊരു മനുഷ്യനെ ഇഷ്ടപ്പെട്ടാൽ, ഏതെങ്കിലും ഒരാള് ഈ ലോകത്തിന്റെ അധിപനായ പടച്ച റബ്ബ് ഇഷ്ടപ്പെട്ട അവനാരാണെന്നറിയോ? അവൻ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? ലം യുഅദ്ദിബുഹു അബദാ. പിന്നെ ഒരിക്കലും അല്ലാഹു അവനെ നരകത്തിലിടൂല. അല്ലാഹു ഒരാളെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ഒരു കാലത്തും അല്ലാഹു അവനെ ശിക്ഷിക്കുകയില്ല, അവനെ നരകത്തിലേക്ക് വലിച്ചെറിയില്ല, അവനെ പരലോകത്ത് പ്രയാസപ്പെടേണ്ടി വരില്ല എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു തരുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ വിശദീകരിക്കുന്നില്ല. തവക്കൽതു അലല്ലാഹ് എന്ന് പറയുന്ന ഒരു സ്വഭാവം നമ്മളിൽ ആർക്കാവുള്ളത്? അവൻ അല്ലാഹു കൊടുക്കുന്ന ഒന്നാമത്തെ പ്രതിഫലം അല്ലാഹുവിന്റെ ഇഷ്ടം അവന് ലഭിക്കുകയാണ്. അതുകൊണ്ട് ഇനിയെങ്കിലും നിങ്ങൾ തീരുമാനിക്കണേ, ഇനിയെങ്കിലും നിങ്ങൾ പറയണേ, ഇനിയെങ്കിലും നിങ്ങൾ പറയണേ, അത് പറയുന്നവരെ അല്ലാഹുവിന് വല്ലാത്ത ഇഷ്ടമാണെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ, പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്. തവക്കൽതു അലല്ലാഹ് എന്ന് തന്റെ കാര്യങ്ങൾ അല്ലാഹുവിനെ പരമേൽപ്പിക്കുന്നവനുണ്ടല്ലോ, അവൻ അല്ലാഹുവിന് വല്ലാത്ത ഇഷ്ടമാണ്, അവൻ അല്ലാഹുവിന് വല്ലാത്ത ഇഷ്ടമാണ്. ഖുർആൻ പറയുന്ന രണ്ടാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? വമൻ യതവക്കൽ അലല്ലാഹ് ഫഹുവ ഹസ്ബുഹു ഇന്നല്ലാഹ ബാലിഗു അംരിഹി ഖദ് ജഅലല്ലാഹു ലികുല്ലി ശൈഇൻ ഖദറാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, തവക്കൽതു അലല്ലാഹ് എന്ന് പറയുന്ന ഒരു മനുഷ്യന് അല്ലാഹു കൊടുക്കുന്ന രണ്ടാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? അവൻ അല്ലാഹു മതിയാകുമപ്പാ, അവൻ അല്ലാഹു മതിയാവുകയാണ്. പടച്ചറപ്പുണ്ടല്ലോ, എന്റെ കൂടെ പടച്ചറപ്പുണ്ടല്ലോ, അവൻ അല്ല മതി. എല്ലാ വിഷയത്തിലും ഏത് കാര്യത്തിലും അവര് പടച്ചറപ്പുണ്ടല്ലോ. അമ്മയുണ്ടെന്നുള്ള ധൈര്യമാണ്, അമ്മയുണ്ടെന്നുള്ള ധൈര്യമാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം, നമ്രൂദ് എന്ന് പറയുന്ന ഭരണാധികാരി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ പിടിച്ചു കെട്ടിക്കൊണ്ട് വരികയാണ്. അതാ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് ഭയാനകമായ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയാൻ ഒരു വലിയ കിണറെടുത്തിട്ട്, ഒരു വലിയ കുടിയെടുത്തിട്ട് ആ കുടിക്കകത്ത് വിറകുകൾ ശേഖരിച്ചു കൊണ്ട് വരികയാണ്. എല്ലാവരും നേർച്ച ചെയ്തിട്ടാണ് കൊണ്ടുവന്നത്. അങ്ങനെ ഭയാനകമായ ഒരു തീക്കുണ്ടാരമുണ്ടാകും, ഭയാനകമായ തീക്കുണ്ടാരമുണ്ടാക്കുകയാണ്. അടുത്തേക്ക് ഒരു മനുഷ്യന് പോലും പോകാൻ കഴിയുന്നില്ല. അതാ ആകാശത്തിലൂടെ പറന്നു പോകുന്ന പറവയുണ്ടല്ലോ, അതുപോലെ കരിഞ്ഞു വീഴുന്ന രീതിയിൽ ഭയാനകമായ ഒരു തീകുണ്ടാരമുണ്ടാകുകയാ. ഇബ്രാഹിം നബി അടുത്തു കൊണ്ടുപോയി തെള്ളിയിടാൻ പറ്റാതെ വന്നപ്പോ അമ്പും വില്ലും തയ്യാറാക്കുകയാണ്. എന്നിട്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കൈകാലുകൾ കെട്ടിവെച്ചിരിക്കുകയാണ്. എന്നിട്ട് അതിനകത്തേക്ക് എഴുതി വിടാൻ തയ്യാറാക്കി നിർത്തുമ്പോ അതാ വരുന്ന മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വരികയാണ്. അല്ലാഹുവേ, മൂസാ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് ചോദിക്കുകയാണ്, നബിയേ, അനുവാദം തന്നു കഴിഞ്ഞാൽ, അനുവാദം തന്നു കഴിഞ്ഞാൽ ഈ കാണുന്ന ഭയാനകമായ തീകുണ്ടാരം ഞാൻ അണച്ചു കളയാ. അങ്ങയെ രക്ഷപ്പെടുത്താൻ നബിയോ, അങ്ങയെ രക്ഷപ്പെടുത്താൻ നബിയോ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? ജിബ്രീലേ, നിന്റെ സഹായം എനിക്ക് വേണ്ട, നിന്റെ സഹായം എനിക്ക് വേണ്ട. എന്നെ പടച്ച റബ്ബുണ്ടല്ലോ, അല്ലാഹുവിനെ സഹായിക്കും. ആ പടച്ച റബ്ബ് എന്നെ കൈവിടൂല. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞ മറുപടിയാണ്, പടച്ചവനെ, നമ്രൂദ് എന്ന് പറയുന്ന ഭരണാധികാരി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ ആ ഭയാനകമായ തീകുണ്ടാരത്തിൽ
നരകത്തിലേക്ക് വലിച്ചെറിഞ്ഞല്ലോ. ആഴ്ചകൾ കഴിഞ്ഞപ്പോ ശരീരത്തിലെ ഒരു രോമം പോലും കഴിയാതെ, ഇത് സിനിമ കഥയല്ല ചെറുപ്പക്കാരാ, കുല്യാനാറുകൂനി വറദം വസലാമൻ അലാ ഇബ്രാഹീം. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞ ചരിത്രമാ. ശരീരത്തിലെ ഒരു രോമം പോലും കഴിയാതെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഭയാനകമായ തീകുണ്ടാരത്തിനകത്ത് നിന്ന് എഴുന്നേറ്റ് വന്നു എന്ന ചരിത്രം പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, സഹോദരാ, നമ്മുടെ മാതാപിതാക്കളെ കുറിച്ച് ചിന്തിക്കൂ. ഇന്നത്തെ ചെറുപ്പക്കാരുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രയാസം വന്നാലോ, എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാലോ, സാമ്പത്തികമായി നഷ്ടം വന്നാലോ, എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ വല്ലാതെ സങ്കടപ്പെടുന്നവരാ. എന്നാ നമ്മുടെ മുൻഗാമികളായ നമ്മുടെ പിതാക്കന്മാര് ഉടച്ചവനെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രയാസം വന്നാ അവര് കള്ളുഷാപ്പിന് പോകുന്നവരല്ല, കടത്തിണ്ടെങ്കിൽ പോയിരിക്കുന്നവരല്ല. അല്ലാഹുവിന്റെ പള്ളിക്കകത്ത് പോയിട്ട് 2 റക്അത്ത് നിസ്കരിച്ചിട്ട് അവര് പടച്ച റബ്ബിനോട് അവരുടെ പ്രയാസങ്ങൾ പറഞ്ഞിട്ട് അവര് പരിഹാരം കണ്ടവരാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, അമ്മ മതിയാവുകയാണ്, അമ്മ മതിയാവുകയാണ്. അവനൊരു കാര്യമറിയാ, ആര് സഹായിച്ചില്ലെങ്കിലും എന്റെ റബ്ബെന്നെ സഹായിക്കുമെന്ന്. ആര് സഹായിച്ചില്ലെങ്കിലും എന്റെ പടച്ച റബ്ബെന്നെ കൈവിടില്ല എന്ന് പറയുന്ന ഒരു വിശ്വാസമുണ്ടല്ലോ. ആ ഒരു വിശ്വാസമാണ് നമുക്ക് വേണ്ടത്, ആ പ്രതീക്ഷയാണ് നമുക്ക് വേണ്ടത്. പ്രിയപ്പെട്ടവരെ, 2 കൈയും ഉയർത്തിപ്പിടിച്ചിട്ട് പടച്ച റബ്ബിനോട് പറഞ്ഞിട്ട് നമ്മുടെ മുൻഗാമികളെ പരിഹാരം കണ്ടെത്തുന്നവരാ. അതാ ഇബ്രാഹിം നബി പറഞ്ഞു, ഹസ്ബുനല്ലാഹ് ഹസ്ബുനല്ലാഹ്, എനിക്ക് അല്ലാഹ് മതി, എനിക്ക് അല്ലാഹ് മതി. ഇതാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞ മറുപടി. നിങ്ങളെ ഈ ദിക്ർ പഠിച്ചു വെക്കു പെങ്ങള്. ജീവിതത്തിൽ എത്ര വലിയ പ്രയാസം വന്നാലും, എന്ത് പ്രതിസന്ധി വന്നാലും അല്ലാഹുവേ ചെറുപ്പക്കാരോട് പറയുകയാ, മക്കളെ, ജീവിതത്തിൽ പ്രയാസങ്ങൾ കടന്നു വരുമ്പോ, ജീവിതം അവസാനിപ്പിക്കണമെന്ന് തോന്നുമ്പോ, ജീവിതം മതിയായെന്ന് തോന്നുമ്പോ, ചാകണമെന്ന് തോന്നുന്ന അവസാന സമയമുണ്ടല്ലോ, ആ അവസാന സമയം എവിടെയെങ്കിലും ഇരുന്നിട്ട് നെഞ്ചത്ത് കൈവച്ചിട്ട് അതാ നിനക്ക് പറയാൻ കഴിയുമോ, ഹസ്ബുനല്ലാഹ് ഹസ്ബുനല്ലാഹ്. പറയാൻ കഴിഞ്ഞാൽ മനസ്സിന് വല്ലാത്തവര് സമാധാനമോ, മനസ്സിന് വല്ലാത്തവര് സമാധാനമോ. അതുകൊണ്ട് പടച്ചവനെ, നമുക്ക് അല്ലാഹു മതിയാവുകയാണ്. എന്തിനാണ് ഞാനിത് പറഞ്ഞതെന്നറിയുമോ എന്റെ പ്രിയപ്പെട്ടവരെ? നമ്മൾ പോകുന്ന കാലഘട്ടം വളരെ മോശമായ ഒരു കാലഘട്ടമോ. രാജ്യത്തിന്റെ പോക്ക് എങ്ങോട്ടാണെന്നറിയില്ല. ഇലക്ഷൻ പടിവാതിൽ വന്ന് നിൽക്കുകയാണ്. എവിടെയും വലിയ വലിയ രാഷ്ട്രീയ ചർച്ചകൾ നടക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, വല്ലാത്ത ഒരു പ്രതിസന്ധിയുടെ കാലഘട്ടത്തിലാണ് നമ്മൾ കഴിയുന്നത്. എവിടെയും ഉമ്മത്ത് ഒറ്റപ്പെടുത്തുന്ന അവസ്ഥയാണ്. അതാ വരുന്നവരും പോകുന്നവരും കല്ല് പറക്കി എറിയുന്നത് പോലെ മുസ്ലിം സമുദായത്തിന് എറിയുന്ന ഒരു സാഹചര്യമാ. നമ്മുടെ വിഷയത്തിൽ എല്ലാവരും ഒറ്റക്കെട്ടാണ്. വലിയ പ്രയാസമാണ്, വലിയ പ്രയാസമാണ്, വലിയ പ്രതിസന്ധിയാണ്. സാധേ നമ്മളൊക്കെ എന്ത് ചെയ്യുമെന്ന് വല്ലാതെ ഭയപ്പെടുന്ന സമയമാ. സഹോദരാ, അള്ളയല്ലേ നമ്മുടെ കൂടെയുള്ളത്, അള്ളയല്ലേ നമ്മുടെ കൂടെയുള്ളത്. പലരും പറയുന്ന ഉസ്താദേ, ഓരോ നിയമങ്ങൾ പാസാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏക സിവിൽ കോഡ് പടിവാതിൽ വന്ന് നിൽക്കുകയാണ്. NRC നടപ്പാക്കാൻ പോവുകയാണ്. 400 സീറ്റ് കിട്ടുമോ ഇല്ലയോ? അധികാരം മുഴുവനും അവരുടെ കൈക്കീഴിലേക്ക് പോകാൻ പോവുകയാണ്. വലിയ പ്രതിസന്ധിയുടെ നടുവില് എല്ലാവരും ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ട് നടക്കുമ്പോ മുസ്ലിമേ, ഇടയ്ക്കിടയ്ക്ക് നീ ആരാണെന്ന് നീ ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാ. എന്തിനാ സഹോദരാ ഉമ്മത്തിന് ഭയമാണോ? അള്ളാനെ ഒരാൾക്കും പേടിയില്ല, അള്ളാനെ ഒരാൾക്കും പേടിയില്ല. ഭയമൊക്കെ വേറെ ആൾക്കാരെയാണ്, നമുക്ക് അതാ നേതാക്കന്മാരെയാണ്, ഭരണാധികാരികളുടെ വലുപ്പം കണ്ട് ഭയപ്പെടുന്നവര്. ഞാൻ നിങ്ങളോട് ചോദിക്കുകയാ, നിങ്ങൾ ആരാണെന്നറിയുമോ?
നമ്മൾ ആരാണെന്നറിയുമോ? നമ്മളൊക്കെ മുസ്ലിമീങ്ങളല്ലേ സഹോദരാ? തിരിച്ചപ്പോഴേ ഒരു ചെവിയിൽ ബാങ്ക് കൊടുത്തിരിക്കുകയാ. നമ്മളാരാ? നമ്മൾ ഉമ്മാടെ വയറ്റിൽ കിടക്കുമ്പോഴ് എത്രാമത്തെ വയസ്സിൽ എവിടെ കിടന്ന് എങ്ങനെ മരിക്കുമെന്ന് അള്ള തീരുമാനിച്ചു വെച്ചിരിക്കുകയാ. സിറാജ് ഉമ്മയുടെ ഗർഭാശയത്തിൽ കിടന്ന് മാസങ്ങളെ മാത്രം പ്രായമായപ്പോ അല്ലാഹുവേ എന്റെ ഉമ്മയുടെ വയറ്റിൽ കിടക്കുമ്പോഴേ സിറാജ് എത്രാമത്തെ വയസ്സിലോ എവിടെ കിടന്ന് എങ്ങനെ മരിക്കുമെന്ന് അല്ലാഹു എഴുതി വെച്ചിരിക്കുകയാ. ഞാൻ പത്തനാപുരംകാരനാണ്. ആ പത്തനാപുരത്ത് കിടക്കുന്ന ഞാന് ഇന്ന് നിങ്ങളുടെ നാട്ടിൽ വന്നിട്ട് ഒരു ചെറുപ്പക്കാരന്റെ വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കാൻ പോയല്ലോ. ഞാൻ തിന്നുന്ന ഭക്ഷണത്തിന്റെ മുകളിൽ എന്റെ പേരെഴുതി വെച്ചിട്ടുണ്ട്. പത്തനാപുരത്ത് കിടക്കുന്ന ഞാന് ഇന്ന് ഇവിടെ വന്നിട്ട് വാഴ് പറയാൻ വന്നൊന്നുമില്ല. എനിക്ക് ഈ നാട്ടുകാരനായ ഒരു സഹോദരന്റെ വീട്ടിൽ ഭക്ഷണം എഴുതിയിട്ടുണ്ട്, അത് കഴിക്കാനാ ഞാൻ വന്നത്. എടോ, ഞാൻ തിന്നേണ്ട ഭക്ഷണത്തിന്റെ മുകളിൽ അള്ള എന്റെ പേരെഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾ ആരെങ്കിലും തിന്നോ? നിങ്ങൾ ആരെങ്കിലും തിന്നോ? എന്റെ പേരെഴുതിയ ഭക്ഷണം നിങ്ങൾ ആരെങ്കിലും തിന്നോ? തിന്നൂല്ല. അവനുള്ളത് അവൻ അള്ള എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഉമ്മയുടെ ഗർഭാശയത്തിൽ കിടക്കുമ്പോഴേ അള്ള എല്ലാം എഴുതി വെച്ചിരിക്കുക. പിന്നെ നമ്മൾ എന്തിനാ ജനിച്ചപ്പോ തന്നെ ബാങ്ക് വിളിച്ചെന്തിനാ? ഇഖാമത്ത് കൊടുത്തത് എന്തിനാ? നീ മരിച്ചു കഴിഞ്ഞാൽ ബാങ്ക് വിളിക്കാൻ സമയമില്ല, ഇഖാമത്ത് കൊടുക്കാൻ സമയമില്ല. പെട്ടെന്ന് കൊണ്ടുപോയി കബറടക്കാനുള്ളതാണ്. അതുപോലും വിളിച്ചു വെച്ചിരിക്കുകയാണ്. എന്തിനാ സഹോദരാ ഭയപ്പെടുന്നത്? എന്തിനാ സഹോദരാ ഭയപ്പെടുന്നത്? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, നമ്മൾ ഭയപ്പെടേണ്ടവരല്ല. നമ്മൾ മുസ്ലിമീങ്ങളാണ്, നമ്മൾ മുഅ്മിനീങ്ങളാണ്, നമ്മൾ അല്ലാഹുവിൽ വിശ്വസിക്കുന്നവരാണ്. ആ അല്ലാഹുവാണ് എല്ലാവരെയും പടച്ചത്. റബ്ബ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാ നമ്മൾ ഭയപ്പെടുന്നത്? ഞാൻ നിങ്ങൾക്കൊരു ചരിത്രം പറഞ്ഞു തരട്ടെ. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹുവിന്റെ പ്രവാചകനതാ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകാൻ തീരുമാനിക്കുകയാ. കാരണം മക്കയിൽ വല്ലാത്ത പീഡനമാണ്, സഹിക്കാൻ കഴിയാത്ത പീഡനമാണ്. അതുകൊണ്ട് അനുയായികളെ മുഴുവനും ആദ്യം തന്നെ നബി തങ്ങളെ മദീന എന്ന് പറയുന്ന നാട്ടിലേക്ക് പറഞ്ഞു വിട്ടു. അവസാനം നേതാവാണ് പോകുന്നത്. നേതാവെന്ന് പറഞ്ഞാൽ ഇങ്ങനെയായിരിക്കണം, നേതാവെന്ന് പറഞ്ഞാൽ ഇങ്ങനെയായിരിക്കണം. അല്ലാതെ നമ്മളെ പോലെ മുമ്പന്തിയിൽ നിന്ന് പ്രസംഗിക്കുകയാണ്, അടിവരുമ്പോ ജീവനും കൊണ്ടോടുകയല്ല. ആദ്യം പോകുന്നത് മതാ നേതാവാണ്, പിന്നെയാണ് അണികളാണ്. എങ്കിലും നബിതങ്ങളെ നേരെ തിരിച്ചാണ്. ആദ്യം അണികളെ മുഴുവനും മദീനത്തേക്ക് പറഞ്ഞു വിട്ടു. അങ്ങനെ എല്ലാവരും പോയി കഴിഞ്ഞു. അവസാനം മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹിജ്റ പോകാൻ തീരുമാനിച്ചു. ഇബ്ലീസാണ് പോയി പറഞ്ഞു കൊടുത്തതെന്ന് ചരിത്രം പറയുന്നു. മുഹമ്മദ് നാട് വിടാൻ പോവുകയാ, മുഹമ്മദ് നാട് വിടാൻ പോവുകയാ. അതുകൊണ്ട് കൊല്ലണമെങ്കിൽ ഇന്ന് കൊല്ലണം, ഇനി ഒരിക്കലും അവസരമില്ല, ഇനി ഒരിക്കലും ചാൻസ് ഇല്ല. അങ്ങനെ അല്ലാഹുവിന്റെ പ്രവാചകനെ കൊല്ലാ എല്ലാ ഗോത്രങ്ങളിൽ നിന്ന് ആരോഗ്യമുള്ള ആയുധ പരിശീലനം നടത്തിയിട്ടുള്ള യോദ്ധാക്കളെ തിരഞ്ഞെടുക്കുകയാ. അങ്ങനെ എല്ലാവരും കടന്നു വന്നു. അവരോട് പറഞ്ഞു, ആരുടെ കയ്യിൽ കിട്ടിയാലും കൊന്നുകളയണേ, മുഹമ്മദിനെ കൊല്ലുന്നവന് സമ്മാനമുണ്ട്. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീട് വളയുകയാണ്. ശത്രുക്കൾ മുഴുവനും വീട് വളഞ്ഞിരിക്കുകയാണ്. ഇറങ്ങുമ്പോ നബി തങ്ങളെ വെട്ടിക്കൊല്ലാ വാള് മുടി പിടിച്ചിട്ട് ശത്രുക്കൾ മുഴുവനും വീട് വളഞ്ഞ് കാത്തിരിക്കുമ്പോ അതാ വരുന്ന മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വരികയാണ്. നബിയേ, യാത്രയ്ക്ക് വേണ്ടി വീടിന്റെ പുറത്തിറങ്ങുമ്പോ ഒരു പിടി മണ്ണ് വാരണേ നബിയേ, ഒരു പിടി മണ്ണ് വാരണേ നബിയേ. വജഅൽനാ മിൻ ബൈനി ഐദീഹിം സദ്ദാ വമിൻ ഖൽഫിഹിം സദ്ദാ. നമ്മളൊക്കെ യാസീനിൽ ഓതുന്ന ആയത്താ. നമ്മൾ യാസീനില് ഇന്ന് വരെ ഓതുമ്പോ ചിന്തിച്ചിട്ടുണ്ടോ? വജഅൽനാ മിൻ ബൈനി ഐദീഹിം സദ്ദാ വമിൻ ഖൽഫിഹിം സദ്ദാ ഫഅഗ്ശൈനാഹും ഫഹും ലാ യുബ്സിറൂൻ.
പറഞ്ഞു കൊടുത്ത് ഒരു പിടി മണ്ണ് വാരിയിട്ട് ഈ ആയത്ത് പൊതിയിട്ട് ആ മണ്ണിലേക്ക് ഊതണേ നബിയേ. വാതിൽ തുറന്നിട്ട് നാലു ഭാഗത്തേക്കും വലിച്ചെറിഞ്ഞിട്ട് ഇറങ്ങി പോകണേ നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യാത്രയ്ക്ക് വേണ്ടി തയ്യാറെടുത്തു. അലിയാരി തങ്ങൾ നബി തങ്ങളുടെ കൂടെയുണ്ട്. അലിയേ, ഞാൻ കിടന്നിരുന്ന സ്ഥലത്ത് കിടക്കുമോ അലിയേ? അലിയാരി തങ്ങളെ തയ്യാറായി. അല്ലാഹുവിന്റെ പ്രവാചകൻ ഒരു പിടി മണ്ണ് വാരിയിട്ട് ആയത്തോതിയിട്ട് ആ മണ്ണിലേക്ക് മൂടിയിട്ട് വാതില് തുറന്നിട്ട് ആ മണ്ണ് നാലു ഭാഗത്തേക്ക് വലിച്ചെറിഞ്ഞിട്ട് ഉലി പിടിച്ച വാളുമായി നബി തങ്ങളുടെ വീട് വളഞ്ഞിരുന്ന ശത്രുക്കളുടെ കണ്ണിന്റെ മുമ്പിലൂടെ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയല്ലോ. രക്ഷപ്പെട്ടില്ലേ സഹോദരാ? ആറ്റം ബോംബ് കയ്യിൽ പിടിച്ചിട്ടല്ല, ബെൽറ്റ് ബോംബ് കെട്ടിയിട്ടല്ല, AK-47 പിടിച്ചിട്ടല്ല. ഈ ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം എന്തെന്നറിയോ? 5 നേരം നിസ്കരിക്കുന്ന പടച്ചറപ്പിനെ ഭയന്ന് ജീവിക്കുന്ന ഒരു സത്യവിശ്വാസിയുടെ കാൽച്ചുവട്ടിൽ കിടക്കുന്ന ഒരു പിടി മണ്ണുണ്ടല്ലോ, ആ മണ്ണിന് പോലും വല്ലാത്ത പവറാ. ആ ഒരു പിടി മണ്ണിന് പോലും വല്ലാത്ത പവറുണ്ടെന്ന് മനസ്സിലാക്കൂ. നിബിധങ്ങൾ അവിടെ നിറങ്ങിപ്പോയി. ചരിത്രം പഠിച്ചവരാണല്ലോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. അതാ പ്രവാചകന്റെ കൂടെ പോവുകയാണ്. അവസാനം രണ്ടുപേരും ഗുഹയ്ക്കകത്ത് ഒളിച്ചിരിക്കുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ അബൂബക്കർ തങ്ങളുടെ മടിത്തട്ടിൽ കിടന്ന് ഉറങ്ങുകയാണ്. അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ കൈകാല് വിറയ്ക്കുന്നുണ്ട്. നിബിധങ്ങൾ ഞെട്ടിയുണർന്നു. പേടിച്ച് വിറച്ചുകൊണ്ടിരിക്കുന്ന അബൂബക്കറിനോട് ചോദിച്ചു, എന്തേ അബൂബക്കർ, എന്തേ അബൂബക്കർ? അല്ലാഹുവിന്റെ റസൂലിനോട് പറയുന്നു, യാ റസൂലല്ലാഹ്, നബിയേ, ശത്രുക്കളെ ഗുഹയുടെ മുകളിലെത്തിയിരിക്കുന്നു നബിയേ, ശത്രുക്കളെ ഗുഹയുടെ മുകളിലെത്തിയിരിക്കുന്നു നബിയേ. അവനെങ്ങാണമൊന്ന് താഴേക്ക് നോക്കിയാ നമ്മളെ പിടിക്കുമല്ലോ നബിയേ, നമ്മളെ കൊല്ലുമല്ലോ നബിയേ. അവരുടെ കയ്യിലിരിക്കുന്ന വാളിന്റെ വെളിച്ചം പോൽ ഈ ഗുഹയ്ക്കകത്ത് അടിക്കുന്നല്ലോ നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകനോട് അതാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് കരഞ്ഞുകൊണ്ട് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ഇരുന്ന് ചിരിക്കുകയാ, നിബിധങ്ങളിരുന്ന് ചിരിക്കുകയാ. അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ ചോദിക്കുന്നു, എന്തേ നബിയേ ചിരിക്കുന്നത്, എന്തേ നബിയേ ചിരിക്കുന്നത്? ഖിയാമത്ത് നാൾ വരെയുള്ള മുസ്ലിമീങ്ങൾക്ക് പഠിക്കാം. അല്ലാഹുവിന്റെ റസൂൽ 1400 കൊല്ലം മുമ്പ് പറഞ്ഞ ഒരു ഹദീസാ. നിബിധങ്ങളെ പറഞ്ഞ മറുപടി, അബൂബക്കർ, നമ്മൾ രണ്ടുപേരും മാത്രമല്ല, മൂന്നാമത് ഒരാള് നമ്മുടെ കൂടെയുണ്ട് അബൂബക്കർ. ആരാണെന്നറിയോ? ഈ ലോകം മുഴുവനും അടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലിക്കുൽ ജബ്ബാർ, ലോകത്തിന്റെ അധിപനായ പടച്ച റബ്ബ് നമ്മുടെ കൂടെയുണ്ടല്ലോ. അബൂബക്കറെ, നമ്മളെയും പടച്ചതല്ലയാ, ഈ മുകളിൽ നിൽക്കുന്നവനെയും പടച്ചതല്ലയാ. അല്ലാഹ് നമ്മുടെ കൂടെയില്ലേ? ലാ തഹ്സന ഇന്നല്ലാഹ മഅനാ. അല്ലാഹ് പറഞ്ഞ മറുപടിയാണോ? നിങ്ങൾ പറഞ്ഞ മറുപടിയാ. ഖിയാമത്ത് നാൾ വരെയുള്ള മുസ്ലിമീങ്ങളോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു തന്ന മറുപടിയാ. ലാ തഹ്സന ഇന്നല്ലാഹ മഅനാ. അല്ലാഹ് നമ്മുടെ കൂടെയുണ്ടല്ലോ. പിന്നെ എന്തിനാ ഭയപ്പെടുന്നത്? പിന്നെ എന്തിനാ പേടിക്കുന്നത്? അല്ലാഹ് നമ്മുടെ കൂടെയുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ആരെയാ ഭയപ്പെടേണ്ടത്? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, അല്ലാഹ് ഉണ്ടോ? ഇപ്പോഴും പടച്ചവനുണ്ടല്ലോ. അല്ലാഹുവിനല്ലേ നമ്മൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് വലിപ്പം കണ്ട് ഭയപ്പെടണ്ട, വലിപ്പം കണ്ട് പേടിക്കണ്ട, ഭൂരിപക്ഷം കണ്ട് ഭയപ്പെടണ്ട. അധികാരം മുഴുവനും അവരുടെ കയ്യിലാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ആരും പേടിക്കണ്ട.
അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ മഗ്രിബിന് പള്ളിയിൽ പോകുമ്പോ ഉസ്താദ് ഓതുന്ന ഒരു സൂറത്തുണ്ടല്ലോ, അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ അലം യജഅൽ കൈദഹും ഫീ തദ്ലീൽ വഅർസല അലൈഹിം തൈറൻ അബാബീൽ. പേടിയുണ്ടാകുമ്പോ പോയിട്ട് ഒന്ന് ഓതി നോക്കണേ സഹോദരാ. ശത്രുക്കളുടെ വലുപ്പം കാണുമ്പോ, അധികാരത്തിന്റെ വലിപ്പം കാണുമ്പോ, ഭൂരിപക്ഷത്തിന്റെ വലിപ്പം കാണുമ്പോ പേടിച്ചു പോകുന്ന മുസ്ലിമേ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനില് സൂറത്തുൽ ഫീൽ എന്ന് പറയുന്ന അധ്യായമുണ്ടല്ലോ, ഒന്ന് ഓതി നോക്ക് സഹോദരാ, ഒന്ന് ഓതി നോക്ക് പെങ്ങള്. എന്താണ് അല്ലാഹ് പറയുന്നതെന്നറിയോ? എന്താണ് അല്ലാഹ് പറയുന്നതെന്നറിയുമോ? അബ്രഹത്തെന്ന് പറയുന്ന ഒരു ഭരണാധികാരി, ലോകത്തിലെ ഏറ്റവും വലിയ ജീവിയായ ആനയുണ്ടല്ലോ, ആനയെന്ന് പറയുന്ന ജീവിയുമായി അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയം പൊളിക്കാമെന്നതാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ കഅബാലയം പൊളിക്കാറ് മക്കക്കാരുടെ കയ്യിൽ ആനയില്ലല്ലോ, അതുകൊണ്ട് വലിയ ആനയുമായിട്ട് അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയം പൊളിക്കാമെന്ന അബ്രഹത്ത് അല്ലാഹു എന്ത് ചെയ്തെന്നറിയുമോ? കുരുവി എന്ന് പറയുന്ന ചെറിയ കിളിയുണ്ടല്ലോ, ആ കിളിയെ കൊണ്ടാണ് അല്ലാഹു അബ്രഹത്തിന്റെ ആനപ്പടയെ തകർത്ത് കളഞ്ഞത്. സഹോദരാ, പശുവ് പുല്ല് തിന്നിട്ട് ബാലൻസ് വരുന്നത് ചവിട്ടി തേക്കുന്നത് പോലെ അല്ലാഹു അബ്രഹത്തിന്റെ ആനപ്പടയെ തകർത്ത് കളഞ്ഞു എന്ന് ചരിത്രം പറയുമ്പോ ഇത് വെറുതെ കഥ എഴുതി വെച്ചിരിക്കുന്നതല്ല, എനിക്കും നിങ്ങൾക്കും പഠിക്കാനാ. അതുകൊണ്ട് ഈ സദസ്സിലിരിക്കുന്നവരോട് പറയുകയാ, തവക്കൽതു അലല്ലാഹ് എന്ന് പടച്ച റബ്ബിനെ പരമേൽപ്പിക്കുന്ന ഒരു മനുഷ്യനുണ്ടല്ലോ, അവൻ അല്ലാഹു കൊടുക്കുന്ന രണ്ടാമത്തെ പ്രതിഫലം, അവൻ അല്ലാഹു മതിയാവുകയാണ്, അവൻ അല്ലാഹു മതിയാവുകയാണ്. എന്റെ റബ്ബന്റെ കൂടെയുണ്ടല്ലോ, എന്റെ റബ്ബന്റെ കൂടെയുണ്ടല്ലോ, എന്തിനാ ഭയപ്പെടുന്നത്? എന്തിനാ ഭയപ്പെടുന്നത്? അല്ല മതി പെങ്ങള്, അല്ല മതി ചെറുപ്പക്കാരാ, അല്ല മതിയടാ പൊന്നുമോര്. ഏത് പ്രതിസന്ധിയിലും നിന്നെ രക്ഷപ്പെടുത്താൻ അല്ലയുണ്ടല്ലോ. ആ വിശ്വാസമാണ് നമുക്ക് വേണ്ടത്, ആ ഉറച്ച വിശ്വാസമാണ് നമുക്ക് വേണ്ടത്. അവിടെയാണ് നമുക്ക് പലർക്കും പരാജയം സംഭവിച്ചത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, രണ്ടാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? ഇന്നല്ലാഹ ബാലിഗു അംരിഹി ഖദ് ജഅലല്ലാഹു ലികുല്ലി ശൈഇൻ ഖദറാ. പരിശുദ്ധമായ ഖുർആൻ ഇവിടെന്ന് പറയുകയാ, അള്ളയവന് മതിയാവുകയാണ്, അല്ല മതിയാവുകയാണ്. ഏത് പ്രയാസമാകട്ടെ, ഏത് പ്രതിസന്ധിയാകട്ടെ, അല്ലാഹു നമുക്ക് മതിയാവുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഖുർആൻ പറയുന്ന മൂന്നാമത്തെ പ്രതിഫലം എന്താ? തവക്കൽതു അലല്ലാഹ് എന്ന് പറയുന്നവർക്ക് അല്ലാഹു കൊടുക്കുന്ന മൂന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? അല്ലാഹു അവർക്ക് ഉപജീവനം കൊടുക്കുകയാ. അല്ല തന്നെ തരുമടോ കഴിക്കാനുള്ള ഭക്ഷണം അല്ലാഹു തരികയാണ്. ഉപജീവനത്തിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യുകയാണ്. അല്ലാഹു അവന് ഭക്ഷണം കൊടുക്കുകയാണ്. പരിശുദ്ധമായ ഖുർആൻ വിധങ്ങൾ അവിടെന്ന് പറയുകയാ, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാണ്, അതാ കടപ്പുറത്ത് പോകുന്നവരാണല്ലോ, ഒടിഞ്ഞ വയറുമായിട്ടോ അതാ രാവിലെ കൂട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്ന പറവകളുണ്ടല്ലോ, അതാ അടിച്ചു വരുന്ന തിരമാലകളുടെ നടുവിലൂടെ ആ പറവകൾ ഇങ്ങനെ പാഞ്ഞു പോവുകയാണ്. എവിടേക്കാണ്? അവരുടെ റിസ്ക് തേടിയിട്ട്, അവരുടെ ഭക്ഷണം തേടിയിട്ട്, അവസാനം വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചിട്ട് അതാ തന്റെ മക്കൾക്കുള്ള ഭക്ഷണവുമായിട്ട് ആ പറവകൾ തിരിച്ചു വരുന്നല്ലോ. അവർക്ക് ഭക്ഷണം കൊടുക്കുന്നതാരാ? അവർക്ക് ഭക്ഷണം കൊടുക്കുന്നതാരാ? അള്ളയാണ് ഭക്ഷണം കൊടുക്കുന്നത്. അതുകൊണ്ട് വേദ കേൾക്കാമെന്നവര് തവക്കൽതു അലല്ലാഹ് എന്ന് പരമേൽപ്പിക്കുന്നവർക്ക് അല്ലാഹു നല്ല ഉപജീവനം കൊടുക്കുകയാ. ആരുടെ
ആരുടെ മുമ്പിലും കൈനീട്ടേണ്ട അവസ്ഥ വരൂല, ഒരാളുടെ മുമ്പിലും കൈനീട്ടി യാചിക്കേണ്ട അവസ്ഥ അല്ലാഹു വരുത്തൂല. പക്ഷേ അല്ലാഹ് ആരാണെന്ന് പഠിക്കണം. ഒരു ഉദാഹരണം ഞാൻ പറയട്ടെ. മഹാനായ ഹാത്തിമുൽ അസം റളിയല്ലാഹു തആല അൻഹു, ഹാത്തിമുൽ അസം റളിയല്ലാഹു തആല അൻഹു തന്റെ ഭാര്യ സന്താനങ്ങളോടൊപ്പം തന്റെ കുടുംബത്തോടൊപ്പം വീട്ടിലിരിക്കുകയാണ്. അപ്പോഴാണ് കുറച്ച് ആൾക്കാര് കടന്നു വരുന്നത്. ഞങ്ങൾ ഈ വർഷം ഹജ്ജിന് പോവുകയാ. മഹാനായ ഹാത്തിമുൽ അസം റളിയല്ലാഹു തആല അൻഹു, ഹാത്തിമുൽ അസം റളിയല്ലാഹു തആല അൻഹുവിന്റെ വീട്ടിൽ ഇങ്ങനെ ഇരിക്കുമ്പോ കുറച്ച് ആൾക്കാർ വന്നിട്ട് പറഞ്ഞു, തങ്ങളെ ഈ വർഷം ഞങ്ങൾ ഹജ്ജിന് പോകുന്നുണ്ട്, ദുആ ചെയ്യണം, നിങ്ങൾ വരുന്നുണ്ടോ? മഹാനായ ഹാത്തിമുൽ അസം തങ്ങളോട് ചോദിച്ചു, നിങ്ങൾ ഹജ്ജിന് വരുന്നുണ്ടോ? മഹാനവറുകൾ പറഞ്ഞു, ഞാൻ പറയാം, അല്ലാഹു നിങ്ങളെ യാത്ര ഹൈറിലാക്കട്ടെ പറഞ്ഞു വിട്ടു. മഹാനായ ഹാത്തിമുൽ അസം റളിയല്ലാഹു തആല അൻഹു തന്റെ ഭാര്യയും മക്കളും ഇരിക്കുമ്പോ പറഞ്ഞു, എനിക്കും ഹജ്ജിന് പോകണമെന്ന് ആഗ്രഹമുണ്ട്, എനിക്കും ഹജ്ജിന് പോകണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ കുറച്ച് പൈസ മാത്രമേ ഉള്ളൂ, ഹജ്ജിന് പോകണമെന്ന് ആഗ്രഹമുണ്ട്. ആ സമയത്ത് ഭാര്യയും മക്കളും പറഞ്ഞു, ഭാര്യ പറഞ്ഞു, ഹജ്ജിന് പോകാനുള്ള പൈസയൊക്കെ ഉണ്ട്, പക്ഷെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഞങ്ങൾ പട്ടിണിയായി പോകുമല്ലോ. ഹാത്തിമുൽ അസം തങ്ങളുടെ ഭാര്യ പറയാ, നിങ്ങൾ ഹജ്ജിന് പോയി കഴിഞ്ഞാൽ നിങ്ങൾ വരുന്നത് വരെ എങ്ങനെ ജീവിക്കുക, ഞങ്ങൾ പട്ടിണിയായി പോകുമല്ലോ, ഞങ്ങൾക്ക് ആരാണ് ഭക്ഷണം തരുന്നത്, ആരാണ് ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് മക്കളും ഭാര്യയും തടസ്സം നിന്നു. ആ സമയത്ത് ഹാത്തിമുൽ അസം റളിയല്ലാഹു തആല അൻഹുവിന്റെ ഏറ്റവും ചെറിയ മകള് ആ കുട്ടി എഴുന്നേറ്റ് നിന്നിട്ട് ചോദിച്ചു, വാപ്പാ നിങ്ങൾ ധൈര്യമായിട്ട് ഹജ്ജിന് പോ, ഭക്ഷണം തരുന്നത് വാപ്പയല്ല അള്ളയാ. ആ ചെറിയ മകളി എഴുന്നേറ്റ് നിന്നിട്ട് മറ്റുള്ള കൂടപ്പുറപ്പുകളുടെ മുമ്പിൽ നിന്നുകൊണ്ട് പറയാ, നിങ്ങൾ എന്താ, അള്ളയല്ലേ ഭക്ഷണം തരുന്നത്, വാപ്പയല്ലല്ലോ, അള്ളാഹുവല്ലേ നമുക്ക് ഭക്ഷണം തരുന്നത്, വാപ്പയല്ലല്ലോ തരുന്നേ, നിങ്ങൾ എന്താ പറയണ, വാപ്പ നിങ്ങൾ ധൈര്യമായിട്ട് ഹജ്ജിന് പോ. ആരാ പറയണേ? ഏറ്റവും ചെറിയ മോള്. ഈ കുട്ടി ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോ ബാക്കിയുള്ളവർക്ക് പറയാൻ മറുപടിയില്ല, അള്ളയല്ലേ ഭക്ഷണം തരിക. അങ്ങനെ ഹാത്തിമുൽ അസം റളിയല്ലാഹു തആല അൻഹു ആ വർഷം ഹജ്ജിന് പോയി. ഹജ്ജിന് പോകാൻ തീരുമാനിച്ചു. ഹജ്ജിന് യാത്ര പറഞ്ഞു പോയി. കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ആ വീട്ടിൽ കഴിക്കാൻ ഭക്ഷണമില്ല, പട്ടിണിയായി. അങ്ങനെ ഒരു ദിവസമായി 2 ദിവസമായി ആ കുടുംബം വല്ലാത്ത പട്ടിണിയില്ല. വിശപ്പ് സഹിക്കാൻ കഴിയാതെ ഈ കുട്ടി വന്ന് ഭക്ഷണം ചോദിച്ചപ്പോ മറ്റുള്ള കൂടപ്പുറപ്പുകൾ പറഞ്ഞു, നീയല്ലേ പറഞ്ഞ അള്ള തരുമെന്ന്, അള്ളാടെ മേടിച്ചോളാൻ, നീയല്ലേ പറഞ്ഞത് ഭക്ഷണം തരുന്ന അള്ളയാണെന്ന്, അള്ളാടെ മേടിച്ചോ എന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ള കൂടപ്പുറപ്പുകൾ മുഴുവനും ഈ ചെറിയ മകളെ ഒറ്റപ്പെടുത്തി. ആ കുട്ടി കരഞ്ഞുകൊണ്ട് ഒരു സൈഡിൽ പോയിരുന്നു. ആ പൊന്നുമോള് കരഞ്ഞുകൊണ്ടൊരു ഭാഗത്ത് പോയിരുന്നിട്ട് ആ പൊന്നുമോള് 2 കൈയും ഉയർത്തിയിട്ട് വിളിക്കുന്നു, യാ മൗലാ, യാ സയ്യിദി, യാ മൗലാ. അല്ലാഹുവിനെ വിളിച്ചിട്ട് പറയുന്നു, പടച്ചോനെ, നീയാണ് ഭക്ഷണം തരുമെന്ന് പറഞ്ഞതിന്റെ പേരിൽ ഇവരെല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തുന്നു തമ്പുരാനെ. ആ പൊന്നുമോട് കരഞ്ഞുകൊണ്ട് റബ്ബിനോട് ദുആ ചെയ്തു. പിറ്റേ ദിവസം നേരം വെളുക്കുമ്പോ വീടിന്റെ വാതിലിൽ ഒരാൾ വന്നു കിടന്ന് അടിച്ചു വിളിക്കുകയാ. ഹാത്തിമുൽ അസം തങ്ങളുടെ ഭാര്യ വാതിൽ തുറന്നു നോക്കുമ്പോൾ ഒരു സുന്ദരനായ ഒരു മനുഷ്യൻ ചോദിക്കുന്നു, കഴിക്കാൻ വല്ലതും തരുമോ, കുടിക്കാൻ ഇത്തിരി വെള്ളമെങ്കിലും തരുമോ, യാചിക്കുകയാ. ഹാത്തിമുൽ അസം തങ്ങളുടെ ഭാര്യ കുടിക്കാൻ വെള്ളം എടുത്തു കൊടുത്തു. ആ മനുഷ്യൻ ആർത്തിയോടുകൂടെ വെപ്രാളത്തോടുകൂടി വെള്ളം ഇങ്ങനെ കുടിച്ചിട്ട് ഇങ്ങനെ സമാധാനത്തോടെ ഇരിക്കുമ്പോ മഹദി അവിടെ നിന്ന് ചോദിച്ചു, നിങ്ങള് നല്ല പരിചയമുണ്ടല്ലോ, നിങ്ങൾ യാചിച്ചടക്കുന്ന ഒരാളെന്നുമല്ലല്ലോ, കാണുമ്പോ തന്നെ അറിയാം ഏതോ വലിയ കുടുംബത്തിൽ ജനിച്ചതാണെന്ന്, എന്തു പറ്റി നിങ്ങൾക്ക്, നിങ്ങൾ എവിടെ ഉള്ളതാ? അപ്പോഴാ മനുഷ്യൻ പറഞ്ഞു, ഞാൻ ഈ നാട്ടിലെ രാജാവാണ്, എന്റെ അനുയായികളുടെ കൂടെ എന്റെ സൈന്യത്തോടൊപ്പം ഞാൻ വനാന്തരത്തിലേക്ക് വേട്ടയ്ക്ക് പോയതാ, വഴിതെറ്റിപ്പോയി, അവരൊക്കെ എന്നെ തെരഞ്ഞു നടക്കുകയാ, ഞാൻ ദിവസങ്ങളായി ഭക്ഷണം കഴിച്ചിട്ട്, എന്റെ കയ്യിൽ ആവശ്യത്തിന് സ്വർണ്ണ നാണയങ്ങളുണ്ട്, പക്ഷെ ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി, ഞാൻ ഒറ്റപ്പെട്ടു പോയി, എന്റെ സൈന്യം ഇങ്ങനെ തെരഞ്ഞു നടക്കുകയാ എന്ന് ആ രാജാവ് പറയുമ്പോൾ ഹാത്തിമുൽ അസം റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭാര്യ പറയുന്നു, സുബ്ഹാനല്ലാഹ്, ഇന്നലെ എന്റെ പാപപ്പെട്ട മകള് വിശന്നിട്ട് ഈ വീടിനകത്ത് കിടന്ന് കരഞ്ഞു, ഇന്ന് രാജ്യത്തിന്റെ ഭരണാധികാരി തിന്നാനില്ലാതെ എന്റെ വീടിന്റെ മുറ്റത്ത് വന്നിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്, ഇതെന്ത് അത്ഭുതമാ പടച്ചവനെ. ഈ പെണ്ണിങ്ങനെ പറയുമ്പോ ആ രാജാവ് ചോദിച്ചു, ഇത് ആരുടെ വീടാ? അപ്പൊ പറഞ്ഞു കൊടുത്തത് ഹാത്തിമുൽ അസം തങ്ങളുടെ വീടാണ്. എന്റെ പ്രിയപ്പെട്ടവർ, അപ്പോഴാണ് പെട്ടെന്ന് സൈന്യം ഇദ്ദേഹത്തെ കണ്ടുപിടിച്ചു. എല്ലാവരും ഓടി വന്നു. ആ മനുഷ്യൻ, ആ രാജാവ് തന്റെ അരയിലിരുന്ന സ്വർണ്ണ നാണയം എടുത്ത് ആ
വീടിന്റെ മുറ്റത്ത് വെച്ചു. എന്നിട്ട് കൂടെ വന്നവരോട് മുഴുവനും പറഞ്ഞു, എന്നെ ഇഷ്ടപ്പെടുന്നവർ മുഴുവനും ഈ വീട്ടുകാരെ സഹായിക്കാൻ. അങ്ങനെ വീടിന്റെ മുമ്പിൽ സ്വർണ്ണ നാണയങ്ങൾ കൊണ്ട് നിറഞ്ഞു. നിമിഷ നേരം കൊണ്ട് അപ്പോഴും ആ കുട്ടി ഇരുന്ന് കരയുകയാണ്. അപ്പോഴും ഹാത്തിമുൽ അസ്സം തങ്ങളുടെ ചെറിയ മകളിരുന്ന് കരയുകയാ. രാജാവ് അടുത്ത് വിളിച്ചിട്ട് ചോദിച്ചു, മോളെ, ഇനി എന്തിനാ നീ കരയുന്നത്? മരിക്കുന്ന കാലം വരെ തിന്നാനുള്ളത് കിട്ടിയല്ലോ, ഇനി മരിക്കുന്ന കാലം വരെ നിങ്ങൾക്ക് ജീവിക്കാനുള്ളത് കിട്ടിക്കഴിഞ്ഞല്ലോ, ഇനി എന്തിനാണ് നീ കരയുന്നതെന്ന് ചോദിക്കുമ്പോ മഹാനായ ഹാത്തിമുൽ അസ്സം റളിയല്ലാഹു തആല ആ മഹാനിന്റെ പൊന്നുമോള് പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ അടിമയായ ഒരു മനുഷ്യൻ, അല്ലാഹുവിന്റെ അടിമയായ ഒരു മനുഷ്യൻ എന്റെ വീടിന്റെ മുറ്റത്ത് വന്നപ്പോ മരിക്കുന്ന കാലം വരെ കടിക്കാനുള്ള ഭക്ഷണത്തിനുള്ള സമ്പാദ്യം റബ്ബാ നിങ്ങൾ എനിക്ക് തന്നല്ലോ. അല്ലാഹുവിന്റെ ഒരു അടിമ വിചാരിച്ചപ്പോ ഇനി മരിക്കുന്ന കാലം വരെ എന്റെ വീട്ടില് പട്ടിണിയില്ല. എന്നാൽ യജമാനനായ അല്ലാഹ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ എന്റെ വീട്ടിൽ വന്നാൽ എന്റെ വീട്ടിൽ വന്നാൽ എന്തായിരിക്കും അവസ്ഥയെന്ന് ഓർത്തിട്ട് ഞാൻ സന്തോഷം കൊണ്ട് കരഞ്ഞതാ. പ്രിയപ്പെട്ട സഹോദരാ, എന്തിനാണ് ഞാനിത് പറഞ്ഞതെന്നറിയോ? എന്തിനാണ് ഞാനിത് പറഞ്ഞതെന്നറിയോ? ഇന്ന് മനുഷ്യർക്കില്ലാതെ പോയ ഒരു വിശ്വാസമാണ്. എല്ലാവരും പരക്കം പാച്ചിലാണ്, പകലും നടന്ന് അധ്വാനിക്കുകയാണ്. ഹലാലില്ല ഹറാമാണ്, ഹറാമാണോ ഹലാലാണോ എന്നാരും നോക്കാറില്ല. എല്ലാവർക്കും പണം വേണമല്ലോ, വാരി കൂട്ടാനുള്ള പരക്കം പാച്ചിലാണ്. അത് പടച്ചവനെ പിടിച്ചു പറിച്ചിട്ടാകട്ടെ, കള്ളത്തരം കാണിച്ചിട്ടാകട്ടെ, ഏത് വഴിഞ്ഞു വളഞ്ഞ വഴിയിലൂടെയാകട്ടെ, എല്ലാവരും സമ്പത്തിന്റെ പുറകെ കിടന്ന് പരക്കം പായുമ്പോ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, മക്കളെ ഭീഷണിപ്പെടുത്തുന്ന മാതാപിതാക്കളുടെ കാലമാണ്. പഠിക്കണ പഠിക്കണ പഠിക്കണ. ഉമ്മമാരോട് എനിക്ക് പറയാനുള്ളത്, പെങ്ങള് മക്കളെ കൊല്ലല്ലേ ഉമ്മമാരെ. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാര് പഠിക്കേണ്ട ഒരു കാര്യം, ഈ പിഞ്ചു മക്കളോട് പറഞ്ഞു കൊടുക്കുന്ന കാര്യം എന്തെന്നറിയോ? പിഞ്ചു മക്കളോട് പറയുകയാ, നല്ലതുപോലെ പഠിക്കണേ, നല്ല മാർക്ക് വാങ്ങണേ, ഉന്നത വിജയം നേടണേ. എടാ, എങ്കിലേ നിനക്ക് ഭാവിയുണ്ടാവൂ. നല്ല ജോലി വേണം, നല്ല സാലറി വേണം, നല്ല കുടുംബത്തിൽ നിന്ന് പെണ്ണ് കെട്ടണമെങ്കിൽ ഇതൊക്കെ വേണമല്ലോ. എന്നിട്ട് അവസാനം ഉമ്മ പറഞ്ഞു കൊടുക്കുന്ന ഒരു മറുപടി, പണമുണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റൂ, പണമുണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റൂ. അല്ലാഹുവേ, പിഞ്ചുമക്കളുടെ മനസ്സിലേക്ക് കുത്തിവെച്ച് കൊടുക്കുന്ന ഏറ്റവും വലിയ വിഷമാണ് എന്റെ പ്രിയപ്പെട്ട പെങ്ങള്. അതുകൊണ്ടാണ് പ്ലസ് 1 പഠിക്കുന്നവന് കഞ്ചാവ് കച്ചവടം നടത്തുന്നത്. എന്തിനാ? പെട്ടെന്ന് പണമുണ്ടാകാറ്, പെട്ടെന്ന് പണക്കാരനാകാറ്. അതാ വിദ്യാഭ്യാസമില്ലാത്തവരല്ല കുട്ടിയെ തട്ടിക്കൊണ്ടുപോയത് 10 ലക്ഷം രൂപയ്ക്ക് വേണ്ടി കൊലപാതകങ്ങളെ നടത്തുന്നത്, കള്ളത്തരങ്ങളെ കാണിക്കുന്നത്, വേശ്യാലയങ്ങളെ നടത്തുന്നത്, പഠിച്ചവനെ എന്തെല്ലാം ക്രൂരതകളെ ചെയ്യുന്നത്. എന്തിനാ സഹോദര? പണത്തിന് വേണ്ടിയല്ലേ. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹു പറയുകയാ, അല്ലാഹു പറയുകയാ, നിങ്ങൾ പടച്ചറപ്പിലേക്ക് പരമേൽപ്പിക്കൂ. നിങ്ങൾ അല്ലാഹുവിലേക്ക് പരമേൽപ്പിച്ചാൽ അല്ലാഹു നിന്റെ കുടുംബത്തിൽ ഒരിക്കലും പട്ടിണി തരൂല. അല്ലാഹു നിന്റെ ഉപജീവനത്തിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യുകയാ. കടിക്കാനുള്ള ഭക്ഷണം അല്ലാഹു തരികയാ, കടിക്കാനുള്ള ഭക്ഷണം അല്ലാഹു തരികയാ. അതുകൊണ്ട് ഈ വാഴ കേൾക്കാമെന്നവരോട് ചോദിക്കട്ടെ, എന്തിനാ കഷ്ടപ്പെടുന്നത്? രാവും പകലും കടന്ന് കഷ്ടപ്പെടുകയാണ്, രാവും പകലും കടന്ന് കഷ്ടപ്പെടുകയാണ്. എന്തിനാ സഹോദര നീ കഷ്ടപ്പെടുന്നത്? നിനക്കും നിന്റെ കുടുംബത്തിനും കഴിക്കാനുള്ള ഭക്ഷണത്തിന് വേണ്ടിയല്ലേ? നിനക്കും നിന്റെ കുടുംബത്തിനും കഴിക്കാനുള്ള ഭക്ഷണമല്ലേ വേണ്ടത്? അല്ലാഹു പറയുകയാ, ഞാൻ തരാം. അല്ലാഹു പറയുകയാ, ഞാൻ തരാം. ഈ സദസ്സിലിരിക്കുന്നവരോട് പറയുകയാ, നിങ്ങൾ അല്ലാഹുവിൽ പരമേൽപ്പിക്കണോ? നിങ്ങൾ
അല്ലാഹുവിൽ പരമേൽപ്പിക്കണോ. അല്ലാഹുവേ ഹറാമു വേണ്ട, ഹലാലായ മാർഗത്തിൽ തന്നെ കച്ചവടം നടത്തൂ. എത്രയോ നല്ല കച്ചവടമുണ്ട്. എന്തിനാ കള്ളത്തരം പറയുന്നത്? എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്ന, കള്ളസത്യം ചെയ്തിട്ട് കച്ചവടം നടത്താൻ പാടില്ല. കള്ളസത്യം ചെയ്തിട്ട് കച്ചവടം നടത്താൻ പാടില്ല. എന്തിനാ കള്ളത്തരങ്ങള്? ലാഭമെടുക്ക സഹോദര, നല്ലത് കൊടുത്തിട്ട് നീ പൈസ വാങ്ങിക്കോ, വേണ്ട എന്ന് പറയുന്നില്ല. പറ്റിക്കരുത്, വഞ്ചിക്കരുത്, കളിപ്പിക്കരുത്. എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, നിനക്ക് ചെറിയ കടയാണെങ്കിലും അല്ലാഹു നിനക്ക് ബർക്കത്ത് ചെയ്യണോ. അല്ലാഹു നിന്നെ രക്ഷപ്പെടുത്തണോ. അല്ലാഹു നിന്നെ രക്ഷപ്പെടുത്തണോ. എല്ലാ കാര്യങ്ങളും നിങ്ങൾ അല്ലാഹുവിലേക്ക് പരമേൽപ്പിച്ച നിനക്ക് വേണ്ടത് അല്ലാഹു നിനക്ക് തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, ഈ വല്ലാത്ത പ്രതിസന്ധിയുടെ സമയത്ത് ഇവിടെ ഒരുമിച്ച് കൂടിയവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ഭക്ഷണം വേണോ സഹോദര? മരിക്കുന്ന കാലം വരെ ഒരാളുടെ മുമ്പിലും കൈനീട്ടാതെ ജീവിക്കണമല്ലോ. ഇതിനല്ലേ നമ്മൾ കഷ്ടപ്പെടുന്നത്? ഇതിനു വേണ്ടിയല്ലേ നിങ്ങൾ കഷ്ടപ്പെടുന്നത്? എങ്കിൽ അല്ലാഹു പറയുകയാണ്, അല്ല പറയുകയാണ്, ആർക്കാണ് ഭക്ഷണം വേണ്ടത്? ആർക്കാണ് ഭക്ഷണം വേണ്ടത്? ഞാൻ തരാം മനുഷ്യ, ഞാൻ തരാം മനുഷ്യ. നിങ്ങൾക്ക് കഴിക്കാനുള്ള ഭക്ഷണം ഞാൻ തരാം. ഒരു ദിവസമല്ല, ഒരാഴ്ചയല്ല, ഒരു മാസമല്ല, ഒരു കൊല്ലമല്ല, മരിക്കുന്ന കാലം വരെ നിനക്ക് കഴിക്കാനുള്ള ഭക്ഷണം ഞാൻ തരാമെന്ന് ഈ ലോകത്തിന്റെ അധിപനായ പടച്ചറപ്പ് പറയുകയാ. തവക്കൽതു അലല്ലാഹ് എന്ന് പറയുന്ന മനുഷ്യന് കിട്ടുന്ന മൂന്നാമത്തെ ഗുണം, നിന്റെ ഉപജീവനം അല്ലാഹു ഏറ്റെടുക്കും. അല്ലാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. ഉറക്കപ്പറ, അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. പിരിവിന് പോണോ? പിരിവിന് പോണോ? യാചിക്കാൻ പോണോ? ഒന്നും വേണ്ട. അല്ലാഹു തരും നിനക്ക് റിസ്ക്, അല്ലാഹു തരും നിനക്ക് ഭക്ഷണം. അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മരിക്കുന്ന കാലം വരെ ഹലാലായ ഭക്ഷണം തിന്നണമെന്ന് ആഗ്രഹമുള്ളവർ കൈവക്കിക്കേ. മരിക്കുന്ന കാലം വരെ ഹലാല്, ഹറാമൊന്നും വേണ്ട, ഹലാലായ ഭക്ഷണം വേണമെന്ന് ആഗ്രഹമുള്ളവരെന്ന് കൈവക്കിക്കേ. ചിലര് പറയുന്നത് ഞാൻ പിരിവെടുത്തോളാണ്, അത് നിന്റെ ഇഷ്ടം. മരിക്കുന്ന കാലം വരെ കഴിക്കാൻ ഭക്ഷണം വേണോ? വേണോ വേണ്ടേ? വേണോ വേണ്ടേ? ഉറക്കപ്പറ, വേണോ വേണ്ടേ? വേണം. അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പൈസയുടെ ചിലവുണ്ടോ? പൈസ കൊടുക്കണോ? ആരും 5 നയാ പൈസ കൊടുക്കണ്ട. അല്ലാഹു പറയുന്നു, മരിക്കുന്ന കാലം വരെ നിനക്കും നിന്റെ കുടുംബത്തിനും തിന്നാനുള്ള ഭക്ഷണം ഞാൻ തരും, മരിക്കുന്ന ദിവസം വരെ. അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഉറക്കപ്പുറം അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബോറടിച്ചു തുടങ്ങിയ ആദ്യം കുറച്ച് പഠിക്കാം, പിന്നെ വീടിയും ബഹളമൊക്കെ അവസാനം ഞാൻ വഴുതു പറയാം. ഇപ്പൊ കുറച്ച് നല്ല കാര്യങ്ങൾ പഠിക്കുക. ആദ്യം ഇൽമു പഠിക്കുക. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഞാൻ ഇരുന്നോട്ടെ, ഇപ്പൊ എന്തിനാ നിൽക്കുന്നത്? സത്യം പറഞ്ഞാൽ ഞാൻ വണ്ടി എടുത്തോണ്ട് വഴുതിന് പോകാൻ വേണ്ടി ഇറങ്ങിയപ്പോഴത്തേക്ക് മക്കളെല്ലാം കൂടെ ചാടി കയറിയിട്ട് പറഞ്ഞ് ഞാനും വരുന്നത്. സത്യം പറഞ്ഞാൽ ഒറ്റയ്ക്ക് വണ്ടി ഓടിച്ചിട്ട് കാല് 2 നീരായിരിക്കുക. ഒറ്റയ്ക്ക് വണ്ടി ഓടിച്ചു വന്നു, അതുകൊണ്ട് കാല് വയ്യ. ഇൻഷാ അല്ലാഹ് ഇരുന്നോട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് ഒരു 3 സ്വലാത്ത് പറഞ്ഞ സല്ലല്ലാഹു